ടെക്കികളുടെ കലാപൂരമായ തരംഗിന്റെ ആരവങ്ങളിലാണ് ഇപ്പോൾ കൊച്ചി ഇൻഫോ പാർക്ക്. മാർച്ച് 7 വരെ 5 വേദികളിലായി നടക്കുന്ന പരിപാടി മന്ത്രി പി രാജീവാണ് ഉദ്ഘാടനം ചെയ്തത്. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് പരിപാടി തുടങ്ങിയത്. വിസ്മയ ഇൻഫോ പാർക്കിന് മുന്നിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്രയോടെ തുടങ്ങിയ ഇത്തവണത്തെ തരംഗ് സീസൺ 2-ൽ 100 ഇനങ്ങളാണ് വേദിയിലെത്തുന്നത്. 1000-ലേറെ IT കമ്പനികളിൽ നിന്നുള്ള 10,000-ലേറെ കലാപ്രവർത്തകരാണ് മത്സരത്തിനിറങ്ങുന്നത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിന് മുന്നോടിയായി അതിമനോഹരമായ സാംസ്കാരിക ഘോഷയാത്രയാണ് നടന്നത്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള സാമൂഹിക ഇടപെടൽ പ്രളയകാലത്തും കോവിഡ് കാലത്തും നാം കണ്ടതാണെന്ന് തരംഗ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുവെ കരുതിയിരുന്നത് ഈ ചെറുപ്പം വളരെ അപ്പൊളിറ്റിക്കലാണെന്നുള്ളതാണ്. എന്നാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരാണ് എന്നൊക്കെയാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നതെങ്കിൽ പ്രളയകാല അനുഭവവും കോവിഡ് കാല അനുഭവവും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാമൂഹികമായ ഇടപെടലുകൾ എത്രമാത്രം സാധ്യമാകും എന്ന് തെളിയിച്ചതും ചെറുപ്പമാണ്. അതിനും നേതൃത്വം നൽകാൻ നിങ്ങളുടെ പ്രോഗ്രസീവ് ടെക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിഗത ഇനങ്ങളും ഗ്രൂപ്പ് ഇനങ്ങളും മത്സരത്തിലുണ്ട്. ജോലിയായെങ്കിലും കലാലയ കാലത്തെ കഴിവുകളെല്ലാം പൊടിതട്ടിയെടുക്കാനുള്ള അവസരമാണ് തരംഗെന്ന് സംഘാടകരായ പ്രോഗ്രസീവ് ടെക്കീസിന്റെ കൊച്ചിൻ യൂണിറ്റ് സെക്രട്ടറി ഷിയാസ് VP പറഞ്ഞു. ഈ ഒരു കലോത്സവത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കലോത്സവങ്ങളെ പോലെ തന്നെ ഏത് കമ്പനിയിലുള്ള ഉദ്യോഗാർത്ഥികളാണോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടുന്നത് ആ കമ്പനിക്കാണ് അവസാനം ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഗാ ഇതിൻ്റെ കിരീടം കിട്ടുന്നത്. ആ കിരീടം കൊടുക്കുന്നത് തന്നെ ഇൻഫോ പാർക്കാണ്. ഇൻഫോ പാർക്കിൻ്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എവർ റോളിംഗ് ആണ്. തരംഗിന്റെ ആദ്യ സീസൺ വൻ വിജയമായതാണ് 2ാം സീസണെക്കുറിച്ച് ഇവരെ ചിന്തിപ്പിച്ചത്. ഇൻഫോ പാർക്ക് CEO സുശാന്ത് കുരിന്തിൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ്, സിനിമാ താരം രേണു സൗന്ദർ, പ്രോഗ്രസീവ് ടെക്കീസ് സംസ്ഥാന പ്രസിഡന്റ് അനീഷ് പന്തലാനി, ഇൻഫോ പാർക്ക് യൂണിറ്റ് ഭാരവാഹികളായ നിഷ ജെയിംസ്, VP ഷിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.